PT5 ഒറ്റയാനെ കാട്ടിൽ നിരീക്ഷിക്കുന്നത് തുടരുന്നു. കണ്ണിന് ചികിത്സ നൽകി കാട്ടിലേക്ക് അയച്ച PT5 ഇന്നലെ മാന്തുരുത്തി ഭാഗത്താണ് നിലയുറപ്പിച്ചത്. സച്ചിൻ വള്ളിക്കാട് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സച്ചിൻ, അപകടകാരിയല്ല എന്ന് വിലയിരുത്തുമ്പോഴും ഈ പിടികൂടി മരുന്നും ഭക്ഷണവും ഒക്കെ കൊടുത്തുവിട്ടതാണ് PT5-നെ. ഇപ്പോൾ ഈ നിരീക്ഷണത്തിൽ നിന്ന് RRTയും പ്രത്യേക ഉദ്യോഗസ്ഥന്മാരും ഒക്കെ എന്താണ് പറയുന്നത്? ചികിത്സയോട് പൊരുത്തപ്പെടുന്നുണ്ടോ PT5? വിൻഷ, തീർച്ചയായും അത്തരത്തിൽ ഒരു കാഴ്ച തന്നെയാണ് ഇന്നും കാണാൻ വേണ്ടി സാധിച്ചത്. നേരത്തെ ഇപ്പോൾ കാണിക്കുന്ന ദൃശ്യങ്ങളിലടക്കം PT5 കണ്ണിന് കഴിഞ്ഞ ദിവസമായിരുന്നു PT5-നെ ചികിത്സ നൽകിയത്. അതിന്റെ ഭാഗമായിട്ട് PT5-നെ 20 ദിവസത്തേക്ക് വനംവകുപ്പിന്റെയും അതുപോലെ തന്നെ വെറ്റിനറി ഡോക്ടർമാരുടെയും നേതൃത്വത്തിൽ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ PT5 ഭക്ഷണവും അതുപോലെ തന്നെ വെള്ളവും ഒക്കെ കുടിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നിലവിൽ വനംവകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇന്നലെ മലമ്പുഴ മാന്തുരുത്ത് ഭാഗത്താണ് PT5 ഉണ്ടായിരുന്നത്. ആ ഭാഗത്ത് തന്നെയാണ് നിലവിൽ ആന ഉള്ളത് എന്നാണ് വനംവകുപ്പും പറഞ്ഞിട്ടുള്ളത്. നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാർ പാലക്കാട് നിന്നും മടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഡേവിഡ് എബ്രഹാം അടക്കമുള്ള ഡോക്ടർമാരുടെയും അതുപോലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ ആനയെ നേരിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. പൂർണ്ണ ആരോഗ്യവാനാണ് ആന എന്ന് തന്നെയാണ് നിലവിൽ വനംവകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. വിനിഷ, ഒരേ സ്ഥലത്ത് തന്നെ നിലയുറപ്പിച്ച നിലയിലാണോ? തീറ്റയെടുക്കാനുമൊക്കെയുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ടോ PT5-ന്റെ ഭാഗത്തു നിന്നും? വിൻഷ, മലമ്പുഴ ഭാഗത്ത് തന്നെയാണ് ആന ഉള്ളത്. കഴിഞ്ഞ ദിവസം ആനയെ പിടികൂടി ചികിത്സിച്ച മാന്തുരുത്തി ഭാഗത്ത് തന്നെയാണ് ആന നിലവിലുള്ളത്. ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള എല്ലാ പ്രവർത്തനവും RRTയും അതുപോലെ തന്നെ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. നിലവിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ആനയ്ക്കില്ല. റേഡിയോ കോളർ ഘടിപ്പിച്ചതിനാൽ തന്നെ ആനയെ മുഴുവനായും ഫോറസ്റ്റിന്റെ നേതൃത്വത്തിൽ നിരീക്ഷിക്കുന്നുമുണ്ട്. ഈ മേഖലയിൽ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും RRT സംഘവും ആനയെ രാത്രിയും പകലും നിരീക്ഷിച്ചു വരികയാണ്. കണ്ണിന് പരിക്കേറ്റതിനാൽ കാഴ്ച എത്രത്തോളം നിലവിൽ വീണ്ടെടുക്കാനായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ 20 ദിവസത്തിനുള്ളിൽ തന്നെ നിരീക്ഷിച്ച് കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം അരുൺ സക്രിയ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനാൽ തന്നെ ആന ഇപ്പോഴും മലമ്പുഴയിൽ തന്നെ തുടരുന്നുണ്ട്. വിൻഷ.